ഹായ് ഓൾ വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ് മൈസെൽഫ് പ്രജിൻ. +1 ബിസിനസ് സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് 5 ബിസിനസ് രൂപങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. ഒന്ന് പാർട്ട്ണർഷിപ്പും സോൾ പ്രൊപ്രൈറ്റർഷിപ്പും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നു. അഡ്വാൻറ്റേജസും ലിമിറ്റേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, കൂടാതെ മീനിങ്ങും. ഓക്കെ, അപ്പോൾ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏകാംഗ വ്യാപാരം എന്നാണ് അർത്ഥം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെ, നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് കിട്ടി അല്ലെ, ആ ക്യാഷ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ബിസിനസ് നടത്തണോ, അത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ബിസിനസ് നടത്തണോ? അപ്പൊ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ബിസിനസ് കൺസേൺ owned and managed by a single person is known as sole proprietorship. എങ്ങനെയാണ്? എ ബിസിനസ് കൺസേൺ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ഈസ് നോൺ ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒരൊറ്റ വ്യക്തിയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ബിസിനസ് സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒരാൾ ഒറ്റയ്ക്ക് തനിക്ക് വേണ്ടി നടത്തുന്ന ബിസിനസ് എന്നൊക്കെയാണ് ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ബിസിനസ് സ്ഥാപനത്തിൽ അയാൾ നടത്തുന്ന ബിസിനസ് നിന്ന് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ മുഴുവനും അയാൾക്ക് എടുക്കാം, നഷ്ടമാണെങ്കിൽ അയാൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? സഹിക്കേണ്ടി വരും. അപ്പോൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്താണ് ഏകാംഗ വ്യാപാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വ്യക്തിയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. മീനിങ് നോക്കൂ. A business concern owned and managed by a single person is known as sole proprietorship. The proprietor bring his own capital and his own skill. അല്ലെ, അയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഉപയോഗിച്ച് അയാളുടെ കഴിവ് ഉപയോഗിച്ച് നടത്തുന്ന ബിസിനസ്സിനെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഇങ്ങനെ ബിസിനസ് നടത്തുന്ന ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർ. എന്താ വിളിക്കുക? സോൾ പ്രൊപ്രൈറ്റർ. ഇങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുമ്പോൾ, ഭാവിയിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുമ്പോൾ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഗുണങ്ങളുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അതിനെന്തുണ്ട്? ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്, ദോഷങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. പോയിന്റ് പഠിക്കുക, എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുക. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ്സിനുള്ള അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഈസി ഫോർമേഷൻ. പോയിന്റ് ആദ്യം പറയാം, ഈസി ഫോർമേഷൻ. സെക്കൻഡ്, ക്വിക്ക് ഡിസിഷൻ. ബിസിനസ് സീക്രസി മെയിൻറ്റൈൻഡ്. ബെറ്റർ പേഴ്സണൽ കോണ്ടാക്ട്. ഫ്ലെക്സിബിലിറ്റി. ലെസ് എക്സ്പെൻസീവ് മാനേജ്മെന്റ്. കണ്ടിന്യൂയിറ്റി. എന്താ ഈസി ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? എളുപ്പത്തിൽ രൂപീകരിക്കാം. ആ ഒരാൾ, ഇപ്പൊ ഞാനാണ് ബിസിനസ് നടത്തണമെങ്കിൽ എനിക്ക് ബിസിനസ് നടത്താനുള്ള അതിയായ ആഗ്രഹവും ഉണ്ട്, എൻ്റെ കയ്യിൽ പണവും ഉണ്ട് എങ്കിൽ എനിക്ക് ബിസിനസ് ആരംഭിക്കാം. അപ്പൊ എളുപ്പത്തിൽ എനിക്ക് എന്താ രൂപീകരിക്കാം? നിയമപരമായ നിയന്ത്രണങ്ങൾ വളരെ കുറവാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഈസി ഫോർമേഷൻ. എളുപ്പത്തിൽ രൂപീകരിക്കാം. എനിക്ക് ബിസിനസ് നടത്താനുള്ള അതിയായ ആഗ്രഹമുണ്ട്, എൻ്റെ കയ്യിൽ പണവും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തുടങ്ങാൻ പറ്റും, ഒരു ഏകാംഗ വ്യാപാരം തുടങ്ങാൻ പറ്റും. ഓക്കെ ആണോ? ലീഗൽ, നിയമപരമായ നിയന്ത്രണങ്ങൾ വളരെ കുറവാണ് എന്നർത്ഥം. രണ്ടാമത്തെ പോയിന്റ്, ക്വിക്ക് ഡിസിഷൻ. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ. അല്ലെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള തീരുമാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ചിലപ്പോൾ 2, 3, 4 പേരുണ്ടാവും. അപ്പോൾ ഒരു കാര്യം 4 പേരും എന്ത് ചെയ്യണം? പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം, അല്ലെങ്കിൽ ആ കാര്യം നടപ്പാക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർക്ക്, ഏകാംഗ വ്യാപാരിക്ക് തൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം? തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ്, ബിസിനസ് സീക്രസി. ബിസിനസ്സുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ മറ്റൊരാളുമായിട്ട് കൂടിയാലോചിക്കേണ്ട ആവശ്യമില്ല. അല്ലെ, ഇപ്പൊ പാർട്ണർഷിപ്പ് ആണെങ്കിൽ സ്ഥാപനത്തിന്റെ കണക്ക് 4 പേരാണ് സ്ഥാപനം നടത്തണമെങ്കിൽ 4 പേര് അറിയണം. അല്ലെ, ഇവിടെ സ്ഥാപനത്തിന്റെ കണക്കുകൾ ആരെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടോ? ബിസിനസ്സുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ പറയാനുണ്ടോ? ഇല്ല. നെക്സ്റ്റ് പോയിന്റ്, ബെറ്റർ പേഴ്സണൽ കോണ്ടാക്ട്. മികച്ച വ്യക്തിപരമായ ബന്ധം. തൻ്റെ കടയിൽ വരുന്ന, തൻ്റെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആര് ശ്രദ്ധിക്കണം? സോൾ പ്രൊപ്രൈറ്റർ ശ്രദ്ധിക്കണം. അപ്പൊ ക്രെഡിറ്റിനൊക്കെ ഗുഡ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നല്ല ഒരു ബന്ധം, തൻ്റെ ഷോപ്പിൽ
വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സോൾ പ്രൊപ്പറേറ്റർ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി. സൊസൈറ്റി മാറുന്നതിനനുസരിച്ച്, സൊസൈറ്റിയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് തൻ്റെ ഷോപ്പിൽ പുതിയ പുതിയ ആശയങ്ങൾ, സമൂഹം മാറുന്നു, ആളുകളുടെ ഇഷ്ടം മാറുന്നു, ആ ഇഷ്ടത്തിനനുസരിച്ച് പുതിയ പുതിയ ഉൽപ്പന്നം മാർക്കറ്റിൽ എത്തിക്കാൻ, തൻ്റെ ഷോപ്പിൽ എത്തിക്കാൻ സോൾ പ്രൊപ്പറേറ്റർ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ലെസ് എക്സ്പെൻസീവ് മാനേജ്മെന്റ്. കണക്കെഴുതുന്നത് ഈ ഒരാളായിരിക്കും, മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇയാളായിരിക്കും, കസ്റ്റമേഴ്സിന് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ഇയാളായിരിക്കും. അതുകൊണ്ട് തന്നെ താരതമ്യേന ചെലവ് വളരെ കുറവാണ്. നെക്സ്റ്റ്, കണ്ടിന്യൂയിറ്റി. ഇത്തരം ബിസിനസ്സിനൊരു തുടർച്ചയുണ്ട്. ഇങ്ങനെ തുടർച്ച എന്ന് പറഞ്ഞാൽ സോൾ പ്രൊപ്പറേറ്റർ അച്ഛൻ നടത്തിയിരുന്ന ബിസിനസ് മകൻ എന്ത് ചെയ്യാം, തുടരാം അല്ലേ. അപ്പോൾ ഈ ബിസിനസ് ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷെ മകൻ എന്ത് വേണം, താല്പര്യം വേണം. ഓക്കെ ആണോ? അതാണ് കണ്ടിന്യൂയിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് നടത്തി കഴിഞ്ഞാൽ അതിന് ഇത്രയും ഗുണങ്ങളുണ്ട്. എളുപ്പത്തിൽ രൂപീകരിക്കാൻ കഴിയും, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും, ബിസിനസ്സുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയേണ്ട ആവശ്യമില്ല, തൻ്റെ സ്ഥാപനത്തിൽ വരുന്നതുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ തൻ്റെ കച്ചവടത്തിൽ വർധനവുണ്ടാവും, സൊസൈറ്റിയിൽ വരുന്ന മാറ്റം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും. വളരെ എക്സ്പെൻസീവ് ആണ്, ലെസ് എക്സ്പെൻസീവ് മാനേജ്മെന്റ് ആണ്, കണ്ടിന്യൂയിറ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ഇത്തരം ബിസിനസ് സ്ഥാപനത്തിന് ചില ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത്തരം ബിസിനസ് സ്ഥാപനത്തിന് ചില ദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് ഉണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ അതിനുണ്ടാവുന്ന പ്രധാനപ്പെട്ട ദോഷങ്ങൾ എന്തൊക്കെ? ഫസ്റ്റ് പോയിന്റ്, ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ, റിസ്ക് ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി, ലാക്ക് ഓഫ് മാനേജീരിയൽ എബിലിറ്റി, അൺസെർട്ടൈൻ ഫ്യൂച്ചർ, ആബ്സെൻസ് ഓഫ് ലാർജ് സ്കെയിൽ ബൈയിങ് ആൻഡ് സെല്ലിങ്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ അതിനുണ്ടാവുന്ന പ്രധാനപ്പെട്ട ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ. മൂലധനം, ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവും. കാരണം എന്താ, പാർട്ട്ണർഷിപ്പാണ് തുടങ്ങുന്നതെങ്കിൽ 5 പേരാണെങ്കിൽ ഒരാൾ 10 ലക്ഷം കൊണ്ടുവന്ന് 5 പേര് 10 ലക്ഷം വെച്ച് 50 ലക്ഷമായി, പെട്ടെന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റും. പക്ഷെ ഒരാൾ 50 ലക്ഷം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ താരതമ്യം എന്താണ്, റിസ്ക് ആണ് അല്ലേ. അതാണ് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, റിസ്ക് ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി. നഷ്ടസാധ്യതയും പരിധിയില്ലാത്ത ബാധ്യതയും. എന്താ ഈ നഷ്ടസാധ്യതയും പരിധിയില്ലാത്ത ബാധ്യതയും എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ ഈ സോൾ പ്രൊപ്പറേറ്റർ നടത്തുന്ന ബിസിനസ് പരാജയപ്പെട്ടാൽ തൻ്റെ വ്യക്തിപരമായ, തൻ്റെ വ്യക്തിപരമായ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതുപോലും എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്തു പോകും. അപ്പോൾ സ്ഥാപനം നഷ്ടത്തിലേക്കാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ബിസിനസ് സ്ഥാപനം നഷ്ടത്തിലേക്ക് വന്ന സ്വകാര്യ സ്വത്ത് പോലും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് മാനേജ്മെന്റ് എബിലിറ്റി. 4 പേരാണ് ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നതെങ്കിൽ 4 പേർക്ക് 4 കഴിവായിരിക്കും. ഒരാൾ നല്ല സൂപ്പർവൈസർ ആയിരിക്കും, ചിലപ്പോൾ ഒരാൾ നല്ല ഗംഭീര അക്കൗണ്ടന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരാൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ ഇവിടെ സോൾ പ്രൊപ്പറേറ്റർ ഒരാളാണ്, എല്ലാ കഴിവും ഒരാളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ സ്കേഴ്സ് ആണ്. നെക്സ്റ്റ്, അൺസെർട്ടൈൻ ഫ്യൂച്ചർ. ഭാവി അനിശ്ചിതത്വമായിരിക്കും. നമ്മൾ പറഞ്ഞു ഇവിടെ കണ്ടിന്യൂയിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ്, അച്ഛൻ നടത്തിയിരുന്ന ബിസിനസ് ആർക്ക് നടത്താം, മകന് നടത്താം. പക്ഷെ ഇവിടെ മകന് ബിസിനസ് നടത്താൻ താല്പര്യമില്ലെങ്കിലോ അതോടുകൂടി ആ ബിസിനസ് ഇല്ലാതാവും. അൺസെർട്ടൈൻ ഫ്യൂച്ചർ. നെക്സ്റ്റ് പോയിന്റ്, ആബ്സെൻസ് ഓഫ് ലാർജ് സ്കെയിൽ ബൈയിങ് ആൻഡ് സെല്ലിങ്. വലിയ അളവിലുള്ള വാങ്ങലും വിൽക്കലൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് അല്ലേ. ഒരു ഹോൾസെയിലർക്ക് കിട്ടുന്ന നേട്ടമൊന്നും ആർക്കും ഉണ്ടാവില്ല, നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർക്ക് കിട്ടില്ല. അപ്പോൾ ഇത് പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ 5 ബിസിനസ് രൂപങ്ങളെ പറ്റി പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഏത് ടോപ്പിക്ക്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. എ ബിസിനസ് കൺസേൺ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ഈസ് നോൺ ആസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഒരൊറ്റ വ്യക്തിയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ്. എന്താ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ, പങ്കാളിത്ത സ്ഥാപനം അല്ലെ. 2 അതിലധികമോ വ്യക്തികൾ കൂടിച്ചേർന്ന് ആരംഭിക്കുന്ന സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ മിനിമം എത്ര പേര്, 2 പേര് അല്ലേ. അപ്പോൾ 2 അതിലധികമോ വ്യക്തികൾ അവരുടെ കഴിവ് ഉപയോഗിച്ച്, അവരുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച് അല്ലേ, അവർ കൊണ്ടുവരുന്ന സ്കിൽ ഉപയോഗിച്ച് നടത്തുന്ന ബിസിനസ്സിനെ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ്. മീനിങ് നോക്കൂ. പാർട്ട്ണർഷിപ്പ് ബിസിനസ് മീനിങ് നോക്കൂ. സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ഇതൊക്കെ എഴുതിയാൽ മതി പബ്ലിക് പരീക്ഷയ്ക്ക്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് സിംപ്ലി മീൻസ് 2 or more പേഴ്സൺ, 2 അതിലധികമോ വ്യക്തികൾ കമ്പൈൻ ദയർ സ്കില്ല്, എക്സ്പീരിയൻസ്, ക്യാപിറ്റൽ ടു ക്യാരി ഓൺ എ ബിസിനസ്. 2 അതിലധികമോ വ്യക്തികൾ അവരുടെ
സ്കിൽ ഉപയോഗിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഉപയോഗിച്ച് നടത്തുന്ന ബിസിനസ്സിനെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ്. ഓക്കെ ആണോ? അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ് സിംപ്ലി മീൻസ് 2 or more person combine their skill experience to capital carry on a business. ഇനി ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ 5 പേരുണ്ട് എങ്കിൽ 5 പേര് ഒരുമിച്ചാണ് സ്ഥാപനം തുടങ്ങുന്നുവെങ്കിൽ അതിൽ ഒരാളെ വിളിക്കുന്ന പേരാണ് പാർട്ണർ. ഈ 5 പേരും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫേം. Individuals constituting a partnership are called partners and they are collectively known as firm. അല്ലേ? ഇനി 2 പേര് അല്ലെങ്കിൽ 4 പേര് അല്ലെങ്കിൽ 5 പേര് അല്ലേ ഒരു 6, 7, 8 പേരൊക്കെ ഒരുമിച്ച് ബിസിനസ് നടത്തുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? 4 പേര് ഒരുമിച്ച് ബിസിനസ് സ്ഥാപനം നടത്തുന്നു, അതിനുള്ള പാർട്ണർഷിപ്പ് ഫേമിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ണർഷിപ്പ്. ഫസ്റ്റ് പോയിന്റ്, ഈസി ഫോർമേഷൻ, എളുപ്പത്തിൽ രൂപീകരിക്കാൻ സാധിക്കും അല്ലേ? എന്താ? ലീഗൽ ഫോർമാലിറ്റി വളരെ കുറവാണ്. ഒരു പങ്കാളിത്ത സ്ഥാപനം തുടങ്ങാനുള്ള നിയമപരമായ നിയന്ത്രണങ്ങൾ വളരെ കുറവാണ്. താല്പര്യം ഉണ്ടായാൽ മതി. 4 പേരെ കണ്ടെത്തി 4 പേർക്ക് ബിസിനസ് തുടങ്ങാനുള്ള താല്പര്യം, അവരുടെ അടുത്ത് ഫണ്ടും ഉണ്ട് എങ്കിൽ ബിസിനസ് സ്ഥാപനം തുടങ്ങാം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. നെക്സ്റ്റ്, ലാർജ് റിസോഴ്സസ്. എന്താ ലാർജ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? എത്ര ഫണ്ടും കണ്ടെത്താം. അപ്പോൾ 5 പേര് സ്ഥാപനം തുടങ്ങി, ഒരാൾ 10 ലക്ഷം വെച്ച് എടുത്തു, അപ്പോൾ 50 ലക്ഷം, പക്ഷെ തികയുന്നില്ല സ്ഥാപനം തുടർത്താൻ. അപ്പോൾ 2 പേരെയും കൂടി സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്താം. നെക്സ്റ്റ്, ഡിവിഷൻ ഓഫ് ലേബർ. ഈ പങ്കാളികൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം സ്ഥാപനത്തിലെ ജോലികൾ ചെയ്യാം. ഒരാൾ പറയുന്നത് അക്കൗണ്ടന്റ് ആവാം, ഓക്കെ, ഒരാൾ പറയാൻ സൂപ്പർവൈസർ ആവാം. അപ്പോൾ പങ്കാളികൾക്ക് അവരുടെ ഇഷ്ടാനുസരണം ജോലികൾ ചെയ്യാം. നെക്സ്റ്റ്, പ്രോംപ്റ്റ് ആൻഡ് ബാലൻസ്ഡ് ഡിസിഷൻ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. നെക്സ്റ്റ്, ഗ്രേറ്റർ ഇൻട്രസ്റ്റ്. എല്ലാവർക്കും സ്ഥാപനത്തിനോട് താല്പര്യം ഉണ്ടാവും, കാരണം ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്ഥാപനം തുടങ്ങുന്നത്. നെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി. സൊസൈറ്റിയിൽ വരുന്ന മാറ്റം മനസ്സിലാക്കി ആ മാറ്റത്തിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്താൻ പാർട്ട്നേഴ്സിന് സാധിക്കും. നെക്സ്റ്റ്, സിമ്പിൾ ഡിസൊല്യൂഷൻ. ഇത്തരം സ്ഥാപനം എളുപ്പത്തിൽ പിരിച്ചുവിടാം. ലീഗലി നിയമപരമായ നിയന്ത്രണങ്ങളൊന്നുമില്ല. പങ്കാളികൾക്ക് പരസ്പരം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ഥാപനം എന്ത് ചെയ്യാം? പിരിച്ചുവിടാം. നെക്സ്റ്റ്, ലെസ് കൺട്രോൾ. അല്ലെ? ഗവൺമെന്റ് എന്ത് ചെയ്യില്ല? ഇത്തരം സ്ഥാപനത്തെ എന്ത് ചെയ്യില്ല? നിയന്ത്രിക്കില്ല എന്നർത്ഥം. ഓക്കെ. ഇനി അടുത്തത്, ഇത്രയൊക്കെ സ്ഥാപനത്തിന് ഇത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ഇതിന് ചില ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്, ദോഷങ്ങളുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് ഹാർമണി. ഐക്യമുണ്ടാവില്ലെങ്കിൽ, യോജിപ്പില്ല എങ്കിൽ, പങ്കാളികൾ തമ്മിൽ ഐക്യമില്ല എങ്കിൽ സ്ഥാപനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നെക്സ്റ്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി. സ്ഥാപനം ഏതെങ്കിലും കാരണവശാൽ നഷ്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ട്നേഴ്സിന്റെ സ്വകാര്യ സ്വത്ത് പോലും നഷ്ടപ്പെടും. നെക്സ്റ്റ്, ലിമിറ്റഡ് റിസോഴ്സസ്. അല്ലെ? സ്ഥാപനത്തിലേക്ക് എത്ര ഫണ്ട് കണ്ടെത്താമെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ഫണ്ട് ഇറക്കാൻ താല്പര്യത്തോടു കൂടി ആളുകൾ വന്നിട്ടില്ല എങ്കിൽ സ്ഥാപനം തുടങ്ങാൻ കഴിയില്ല. നെക്സ്റ്റ്, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. അല്ലെ? ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിക്കുകയെ, ഇൻസോൾവൻസ് സംഭവിക്കുകയെ, ഇൻസാനിറ്റി സംഭവിക്കുകയെ, ഡെത്ത് സംഭവിക്കുകയെ ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനം അതോടുകൂടി ഇല്ലാതാവും. 4 പാർട്ട്ണർ ഉണ്ട്, അതിൽ ഒരാൾ നല്ല കഴിവുള്ള ഒരാളാണ്, പക്ഷെ അയാൾ പെട്ടെന്ന് ഡെത്ത് സംഭവിച്ചു, അതോടുകൂടി ആ ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരും. റിസ്ക് ഓഫ് ഇംപ്ലൈഡ് അതോറിറ്റി. ഏതെങ്കിലും ഒരാൾ തൻ്റെ അധികാരം ദുരുപയോഗപ്പെടുത്തിയിട്ട് സ്ഥാപനത്തിന് ലോസ് വരുത്തി വെച്ചാൽ മറ്റുള്ളവരൊക്കെ ആ ലോസ് എന്ത് ചെയ്യേണ്ടി വരും? സഹിക്കേണ്ടി വരും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. ജനങ്ങൾക്ക് ഇത്തരം സ്ഥാപനത്തിനോട് ഒരു വിശ്വാസം ഉണ്ടാവില്ല, കാരണം മുഴുവനായിട്ടും ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതല്ല. ഓക്കെ ആണോ? അപ്പോൾ പബ്ലിക് പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു പോകണം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നന്നായി പഠിച്ചു പോകണം. അതുപോലെ തന്നെ പാർട്ണർഷിപ്പിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ പഠിച്ചു പോകണം. 2024 ചോദിച്ച essay ക്വസ്റ്റ്യൻ ആണിത്. അതുപോലെ ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക്, കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 2024 ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ച essay ക്വസ്റ്റ്യനും ഇതാണ്, പാർട്ണർഷിപ്പിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. Okay, bye.